വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 2 വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് കേരളം മുഴുവനും. ഒരു പുലർച്ചയിലാണ് ഈ കുട്ടിയെ കാണാതായത്. ഇന്ന് മുഴുവൻ വാർത്തകളുമൊക്കെ ഈ കാണാതായ ബീഹാറി സ്വദേശികളുടെ നാടോടി കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആരൊക്കെയോ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നോ, ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു 13 വയസ്സുള്ള 7ാം ക്ലാസ്സുകാരൻ്റെ ഒരു മരണമുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും മിണ്ടാട്ടമില്ല, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. കാരണം ആ കുഞ്ഞൊരു മലയാളിയാണ്. ആ കുഞ്ഞ് കൊല്ലപ്പെട്ടത് നമ്മുടെ സിസ്റ്റം കാരണമാണ്. ആലപ്പുഴയിലുള്ള പ്രജിത്ത് എന്നു പേരുള്ള ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ ജീവനില്ലാതാക്കിയത് അധ്യാപകരുടെ മാനസികവും ക്രൂരവും ശാരീരികവുമായ പീഡനങ്ങൾ കാരണമാണത്രേ. ആ വീട്ടുകാരുടെ ആരോപണം അങ്ങനെയാണ്. ഈ പ്രജിത്ത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് സ്കൂൾ അവസാനിക്കുന്ന അവസാനത്തെ പീരീഡിൽ ഇവനെ കാണാനില്ല. ഇവനെയും കാണാനില്ല, വേറൊരുത്തനെയും കാണാനില്ല. അങ്ങനെ ഭയങ്കര അന്വേഷണമായി. സ്കൂളിൻ്റെ പരിസരങ്ങളിലൊന്നും ഇവനില്ല. അങ്ങനെ സ്കൂളിലെ പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞു, ഈ 2 പേരെ കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഈ മൈക്കിൽ വിളിച്ചു പറഞ്ഞ ശേഷം ഇവർ 2 പേരും ഓടി വരുന്ന സമയത്ത് ഇവരെ 2 ടീച്ചർമാർ ചീത്ത പറയുകയും അടിക്കുകയും ചെയ്തു അത്രേ. PT സാറും പിടിച്ചു. PT സാറ് പിടിച്ച് നീ എന്താ കഞ്ചാവ് അടിച്ചിക്കണമെന്ന് ചോദിച്ചിട്ട് PT സാറും അടിച്ചു. അങ്ങനെ ഈ കുട്ടി ആകെ വിഷമത്തിലാണ്. ഈ പ്രജിത്ത് എന്ന കുട്ടി ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത്. ഇവൻ പറഞ്ഞൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെന്തോ പെട്ടെന്ന് ഛർദിയോ ബോധം കടലോ ഉണ്ടായി. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ പോയതാണെന്നാണ് ഇവൻ പറയുന്നൊരു ന്യായം. അങ്ങനെ അതുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത് എന്ന് പറയണു. അപ്പോൾ ആ ഒരു സംഭവം ഇവരാരും വിശ്വസിച്ചില്ല. അങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന സാധാരണ വഴിയിലൂടെ അധ്യാപകരുടെ ബസ് സ്റ്റോപ്പിലുണ്ടാവും. അവരെയൊന്നും പ്രസൻറ്റ് ചെയ്യാതെ കാണാത്ത രീതിയിലാണ് ഇവൻ വീട്ടിൽ വന്ന് ആ യൂണിഫോമിൽ തന്നെ ഇവൻ ജീവനൊടുക്കി. ഇവൻ്റെ മൂത്ത സഹോദരൻ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഈ തൂങ്ങിക്കിടക്കുന്ന സഹോദരനെ കാണുന്നത്. ആ വീട്ടുകാർ പറയുന്നത് അധ്യാപകരുടെ ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനം കാരണമാണ് ഈ കുട്ടി ഇങ്ങനെ മരണപ്പെടാനിടയാക്കിയത് എന്നാണ്. ഇന്ന് ഭയങ്കരമായുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ കുട്ടിയുടെ ചിതാഭസ്മവുമായിട്ട് സ്കൂളിലേക്ക് മാർച്ചുണ്ടായി. SFI മാർച്ച് നടത്തി. ഭയങ്കര സംഘർഷങ്ങളുണ്ടായി. അവിടുത്തെ പ്രിൻസിപ്പളായ സിസ്റ്റർ പറയുന്നത് ഞങ്ങളങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല, പോലീസും പറയുന്ന അടിയുടെ പാടൊന്നും കാണുന്നില്ല. ഏതായാലും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ, കോളേജുകൾ അത്രയല്ല, സ്കൂളുകളിൽ ഈ കുട്ടികളെ ഒരു പ്രത്യേക മനോഭാവത്തിൽ കാണുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. സത്യം പറയാലോ, ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് പറയാലോ, എല്ലാ അധ്യാപകന്മാരെയും ഞാൻ മഹത്വവൽക്കരിക്കാനൊന്നും തയ്യാറല്ല. പക്ഷെ ചില അധ്യാപകരൊക്കെ ചില ഏരിയയിൽ നിന്ന് വരുന്ന ഒരാൾക്കാരോട്, അല്ലെങ്കിൽ ചില പ്രത്യേക ആൾക്കാരെ അവർ രൂപം കണ്ട് ഭാവം കണ്ട് കഞ്ചാവാണ്, മറ്റതാണ്, മറിച്ചതാണ് മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്നേഹമുള്ള നമ്മളുടെ ചില ടീച്ചർമാരെ അമ്മയെന്നൊക്കെ വിളിക്കുന്ന, ഉമ്മ എന്നൊക്കെ വിളിക്കുന്ന അത്രയും സ്നേഹമുള്ള അധ്യാപകരെയും കാണാം. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ, കുട്ടികൾ മോശക്കാരാവാൻ കാരണം അധ്യാപകരുടെ ഈ മോശം പെരുമാറ്റമാണ്. എല്ലാവരും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ചുരുക്കം ചില ആളുകളുടെയൊക്കെ മോശമായ പെരുമാറ്റങ്ങൾ പലപ്പോഴും കുട്ടികളുടെ മനസ്സിൽ വളരെ വലിയ വൈകല്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ കുട്ടി ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഇതിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് വന്നൊരു കാരണം മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ കുട്ടി അത് വീട്ടിലൊന്ന് പറയുമായിരുന്നല്ലോ, ഇന്ന് ടീച്ചറിനെ ഇങ്ങനെ ചെയ്തു. പക്ഷെ ആ വീട്ടിലും ആ കുട്ടി അനുഭവിക്കുന്ന ഒരു പക്ഷേ അത്ര ഒരു സുരക്ഷിതത്വമില്ലായ്മയാണോ? ഏതായാലും ഇത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ഏത് സൂയിസൈഡ് എടുത്ത് പരിശോധിച്ചാലും ഒരു പർട്ടിക്കുലർ കാരണം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും. ആ റീസണിൽ ഒരു പൊട്ടിത്തെറിയായിരിക്കും ആ ചെറിയൊരു റീസൺ ഉണ്ടാവുക. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് അമ്മയോടും അച്ഛനോടും വന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാവുന്നൊരു തലത്തിലേക്ക് ഈ കുട്ടികൾ എന്തുകൊണ്ട് വന്നില്ല? ഈ കുട്ടിയോടൊപ്പം വന്ന് അടി കിട്ടിയ മറ്റേ കുട്ടി കൂടിയുണ്ട്. ആ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ലല്ലോ. ഏതായാലും വളരെയധികം നിർഭാഗ്യകരമായി പോയി ആലപ്പുഴയിലുള്ള ഈ പ്രജിത്ത് എന്ന് പേരുള്ള 7ാം ക്ലാസ്സുകാരൻ്റെ ഈ മരണം. നമ്മുടെ മക്കളും സ്കൂളിലേക്കൊക്കെ പോയിട്ട് വന്നിട്ട് അവരൊക്കെ അധ്യാപകരെ കുറിച്ചൊക്കെ പരാതി പറയുമ്പോൾ നമ്മളതിങ്ങനെ ഹാൻഡിൽ ചെയ്യും. ടീച്ചർമാർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല മോളെ, അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അത് പറയാനുള്ളൊരു സ്പേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. ആദ്യം കുട്ടികൾക്ക് വന്ന് പറയണം. എൻ്റെ കുട്ടി വന്ന് പറയുക, അല്ലെങ്കിൽ മറ്റാളെ കുട്ടി വന്ന് ഇത് പറയണില്ലെങ്കിൽ എവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളത്? രക്ഷിതാക്കൾക്കും മക്കൾക്കും ഇടയിലാണ്. നമുക്ക് അധ്യാപകരെ മാത്രം പഴി പറയാതെ, പല അധ്യാപകരും നല്ലവരല്ല എന്ന് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എല്ലാത്തിനും നമ്മൾ അധ്യാപകരെ മാത്രം പഴി പറയരുത്. പലപ്പോഴൊക്കെ പല സ്കൂളുകളിലും കാണുന്നൊരു കേസാണ്, ചില കുട്ടികളെ അവൻ്റെ മുടിയുടെ രൂപം കണ്ടിട്ട്, അവൻ്റെ ഡ്രസ്സ് കണ്ടിട്ടൊക്കെ ഒരു തരം രീതിയുണ്ട്, ഒരു തരം കച്ചറയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ ചിത്രീകരിക്കും. ഇനി അധ്യാപകരുടെ മെക്കെട്ട് കയറുന്ന വിദ്യാർത്ഥികളുടെ കാലമാണ്. അപ്പോൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയ മുഴുവനും ഈ ബീഹാറിലുള്ള
ബീഹാറിയായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നാടോടികളായ ഒരു കുട്ടീനെ 2 വയസ്സുള്ള ഒരു കുട്ടീനെ കാണാതായതിൻ്റെ വാർത്ത പറയുമ്പോൾ ഈ നമ്മുടെ സിസ്റ്റം കാരണം, നമ്മുടെ അധ്യാപകരുടെ ഒരു സ്വഭാവം കാരണം ജീവൻ നഷ്ടപ്പെട്ട ഈ കുട്ടിയെക്കുറിച്ച് ആരും അധികം മിണ്ടുന്നില്ല. അതുകൊണ്ടാണെന്ന് വിസാൽ മീഡിയ ഇന്ന് ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ 2 വയസ്സായ കുട്ടീനെ ഇതുവരെ ഞാൻ ഈ വീഡിയോ പറയുന്നത് ഏകദേശം ഒരു വൈകുന്നേരം ഒരു 5 മണിക്കാണ്. 5 മണിക്ക് എടുക്കുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 9 മണിക്ക് ശേഷമാണെങ്കിലും 5 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ആ സമയം വരെ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ആരൊക്കെ ബൈക്കിൽ കൊണ്ടുപോയത് കണ്ടു എന്നോ, ഒരു മഞ്ഞ ബൈക്കുമ്മലാണ് സ്കൂട്ടിമ്മലാണ് കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് സുരക്ഷിതത്വമുള്ളത്? നമ്മുടെ നാടൊരു പൈശാചിക നാടായി മാറിയിരിക്കണം. ഇതിനു മുൻപും ആലുവയിൽ നിന്നൊരു കുട്ടീനെ കാണാതായിട്ട് പിന്നെ കാണുന്നത് ആ കുട്ടിയുടെ മൃതശരീരമാണ്, അതും റേപ്പ് ചെയ്യപ്പെട്ടിട്ട്. പിന്നെ ഒരു കുട്ടീനെ ഇതുപോലെ കാണാതായി വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം പേട്ടയിലാണ് ഈ റോഡ് സൈഡിൽ കിടന്നുറങ്ങിയിരുന്ന ഈ ബീഹാരി ദമ്പതികളുടെ കുട്ടീനെ കാണാതായത്. അപ്പോൾ എന്തൊക്കെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പോലീസ് പറയുന്നുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമുക്ക് ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കാൻ ഇടവരരുതെന്നൊരു പ്രാർത്ഥന. കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു വിഷയം ആലപ്പുഴയിലുള്ള ഈ പ്രജിത്ത് എന്ന പേരുള്ള ഒരു കുട്ടി, ഇപ്പോൾ ഒരുപക്ഷെ അധ്യാപകരിൽ നിന്ന് മോശാനുഭവങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കാർ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാനെന്നൊരു അധ്യാപകനിൽ നിന്ന് എൻ്റെ സ്റ്റുഡൻറ്റിന് മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. എൻ്റെ ഏതൊരു സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടാവും, പഠിക്കാത്തതിന് അടിച്ചിട്ടുണ്ടാവും, സ്വഭാവ ദൂഷത്തിന് അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ അടിക്കുമ്പോഴൊക്കെ ഞാൻ അടി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴും ചിരിച്ച് സന്തോഷിപ്പിച്ചിട്ടാണ് ഞാൻ വരാറ്. ഇനിയൊരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അടി കൊണ്ടോര് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് മാനസികമായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല. പക്ഷേ അടിയൊരു ശരിയല്ല. പക്ഷേ ഒരു കയ്യിൽ വടിയും മറു കയ്യിൽ മിഠായും വേണമെന്നാണ്. തീരെ അടിക്കാതിരുന്നാലും കേടാണ്. അടിക്കാത്ത കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ ശാപം, ആപത്ത്. അടിച്ച് വളർത്തേണ്ട മക്കളാണ് നമ്മുടെ നാട്ടിലെ മക്കൾ. അങ്ങനെ തന്നെയാണ്. അടിക്കാന്ന് പറഞ്ഞാൽ പണ്ടൊരാൾ പറഞ്ഞില്ലേ, അടിയൊക്കെ നിർത്തി ഇപ്പം ഞാൻ കൊല്ലലാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആവരുത്. ആ ഒരു രീതിയിലേക്ക് ആവരുത്. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ അത്രയും ദുരനുഭവങ്ങൾ എന്ന രീതിയിലുണ്ടായി. എൻ്റെ ലൈഫിലൊന്നും എൻ്റെ അധ്യാപകരിൽ നിന്ന് എനിക്കൊരു ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടിയൊക്കെ കിട്ടുന്നത് എനിക്ക് ഓർമ്മ, ഞാൻ ട്യൂഷനിൽ പഠിക്കുമ്പോൾ രാജൻ സാറ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി സാറ് എല്ലാവരും അടിക്കണതും കണ്ടാണ്. എൻ്റെ അടി ഇങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ ഭാഗത്തുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ആയില്ല, ഇങ്ങനെ തന്നെ ഒരൊറ്റ അടി കൊണ്ട് അടിച്ച് കൈ ഇങ്ങനെ ആക്കാൻ പറയാം. എനിക്ക് വയ്ക്കൂല സാറേതാണ്. ആ അടിയിൽ ഞാൻ തളർന്നു പോയി. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പഠിക്കാത്തതിന് അങ്ങനെയൊക്കെ അടിച്ചു പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ പാസ്സായി. അല്ലെങ്കിൽ നമ്മളെ ഇന്നെപ്പോലെ തന്നെ മണ്ടനൊക്കെ പിന്നെ പാസ്സാവും, അടിയിട്ട് നന്നായതാവും. അപ്പോൾ അധ്യാപകരിൽ നിന്നൊരു പല ആളുകൾക്കും, പല പെൺകുട്ടികൾക്കും, പല ആൺകുട്ടികൾക്കും ഒക്കെ മോശാനുഭവങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. നമുക്ക് ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ഒരു അധ്യാപകരിൽ നിന്നൊരു കുട്ടിത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കുറച്ചൊക്കെ ഒരു അറിവും തിരിച്ചറിവുണ്ട്. നമ്മുടെ അന്ധവിശ്വാസമാണ് ഉള്ള ആളുകളാണല്ലോ അധ്യാപകർ. പല അധ്യാപകരുടെയും മോശം പെരുമാറ്റങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയും മനസ്സൊക്കെ ക്രൂരമാകാനും തകർക്കാനും ഇടവരുത്തുന്നത് യാഥാർത്ഥ്യമാണ്. ഇതിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.